കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് ഉച്ചയോടുകൂടി പുനരാരംഭിക്കുകയാണ്. ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരിക്കും തെരച്ചിൽ ഇന്ന് നടക്കുക. അർജുന്റെ ലോറി ഇന്നു തന്നെ കണ്ടെത്താനാകുമെന്നാണ് ദൗത്യ സംഘത്തിന്റെ പ്രതീക്ഷ. നിലവിൽ ഗംഗാവലി പുഴയുടെ നീരൊഴുക്ക് 1 നോട്ട്സായി കുറഞ്ഞത് തെരച്ചിലിന് അനുകൂല സാഹചര്യമാണ്. നാവികസേന ഉടൻ തന്നെ ഗംഗാവലിയുടെ തീരത്തെത്തും. മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മൽപ്പെ അടക്കമുള്ളവരും സ്ഥലത്തുണ്ട്. നിലവിൽ മൽപ്പയ്ക്ക് തെരച്ചിലിന് അനുമതി ലഭിച്ചിട്ടില്ല. പക്ഷേ ആ കുടുംബത്തിന് കൊടുത്ത ഒരു വാക്കിന്റെ പേരിലാണ്, ഒരു ഉറപ്പിന്റെ പേരിലാണ് താൻ അവിടെ എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അർജുന്റെ അമ്മയ്ക്ക് നൽകിയ വാക്കു പാലിക്കാനാണ് എത്തിയതെന്നാണ് മൽപ്പയുടെ പ്രതികരണം. ആദ്യം മൽപ്പയുടെ വാക്ക്. ഇപ്പം ഞങ്ങൾ ഒരു 60 ദിവസമായി ഇപ്പം ഇവിടെ അർജുൻ്റെ ഇത് അവശേഷം കിട്ടത്. ഇപ്പം അർജുൻ പിന്നെ ജഗന്നാഥ് പിന്നെ ലോകേഷ് 3 നാളിലെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. ഡെഡ് ബോഡി പറഞ്ഞ് ഇപ്പം സിലിട്ടനായിട്ട് ഇരിക്കും. ആ സിലിട്ടനാണ്ട് വീട്ടുക്ക് ഒരു അതിമുഖ്യമായിരുന്നു. ആ മുഖ്യന്ന് അവർ വീട്ടുകാർ എല്ലാവരും കാത്തിരിക്കർ ഒരു സിലിട്ടനാണ്ട് കിട്ടിട്ട് അവരോട് തുണിയാകെ കിട്ടിട്ടെന്ന് ഒരു കാര്യം പണ്ണാണ്. ഇപ്പം ഞങ്ങൾ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രഡ്ജർ പറഞ്ഞു കാണണമെന്ന്. ആ ഡ്രഡ്ജർ എങ്ങനെ വെൽ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ് ഇവിടെ വെള്ളം നല്ല ഒരു 100% തെളിയായിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട് കാണാൻ. ഒരു സ്കൂബ ഡൈവിങ്ങും എല്ലാം നല്ലതായിട്ട് അടിയിലുള്ള സെലറ്റിനുണ്ട്, കാണാൻ നല്ല ഉണ്ട്. ആ മാതിരി വെള്ളമുണ്ട് ഈ സ്ഥലത്തിലുണ്ട്. ഞങ്ങളിപ്പോൾ വന്ന് പിന്നെ നമുക്കിപ്പോൾ അനുമതിയില്ല. ഇപ്പോൾ അനുമതി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ വെള്ളം ക്ലിയർ ആയിട്ട് സമയത്തിൽ ഡ്രഡ്ജർ അവസാനം എവിടെ ഞങ്ങൾ സ്ഥലം കാണിച്ച് അവിടെ പോകുന്നുണ്ട്. മുതലേ കീഴെ പോയിട്ട് അവിടെ തിരക്കിൽ എന്ന് പറഞ്ഞ് നേരത്തെ പോയിട്ട് അവസാനം കൊണ്ട് അവിടെ സെലിട്ടനാവട്ട് പിന്നെ ബണ്ടിൻ്റെ എന്തെങ്കിലും ഭാഗമാണ് കിട്ടണം. ഇപ്പോൾ ക്ലിയർ ആയിട്ട് മെനഞ്ഞെല്ലാം ഒരുപാട് കളക്കിരുന്നു. ഇപ്പോൾ ഒരുപാട് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ മാതിരി ഇരിക്കും വെള്ളം. ഇപ്പോൾ നമുക്കൊരു ചാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കീഴെ പോയിട്ട് നോക്കിയിട്ട് പിന്നെ ഡ്രഡ്ജർ ഇടാൻ. ഡ്രഡ്ജർ ഒരുപാട് ഇട്ടാൽ പറഞ്ഞാൽ അവിടെ ഒരുപാട് കളക്ക് പറഞ്ഞ് പിന്നെ സെലിട്ടൻ അതിന് ഉള്ളിൽ പോയി പൊടിയേ പിന്നെ കാണുന്നില്ല. ഓരോ ബുദ്ധിമുട്ടുണ്ട്. അതിന് നമ്മളെ ആൾക്കാർ അവിടെ നിൽക്കും. ഇപ്പോൾ ഏത് നമ്മളെ നാട്ടുകാരാവട്ടെ ഇവിടെയുള്ള നാട്ടുകാരന് ആ ഡ്രഡ്ജർ ആക്കുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മണ്ണെടുത്ത് ആ ചടിയിലിടാൻ സമയത്തിൽ അതിലെ കൂട്ടി പോയാൽ പിന്നെ അറിയത്തില്ല. അതിന് നമ്മളെ ആൾ അവിടെ കണ്ടിപ്പായ ഒരു സെലിട്ടൻ ആവട്ടോ അല്ല വണ്ടി കാണാൻ നല്ലതാവും. അർജുൻ ലോറിയുടെ ക്യാബിനിൽ തന്നെ ഉണ്ടെന്നാണ് കരുതുന്നതെന്ന് സഹോദരി ഭർത്താവ് ജിതിൻ ഇന്ന് ന്യൂസ് 8 പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊടുത്തു. ഇതുവരെ ഡ്രഡ്ജർ കമ്പനി എന്ത് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവര് ആദ്യം പറഞ്ഞത് വേലി കയറ്റ സമയത്ത് തിരിച്ച് ഈ ഗംഗാവിൽ ഈ സ്പോട്ടിലേക്ക് എത്തിക്കുന്ന, ഇനിയിപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഉച്ചയോട് തന്നെ എത്തി ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഒരു വിശ്വാസം. പിന്നെ അതിനുപരി ഈ ഡ്രഡ്ജർ മെഷീൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മെയിനായിട്ട് ശ്രീ കോഴിക്കോട് MP രാഘവേട്ടൻ, അതുപോലെ മഞ്ചേശ്വരം MLA ശ്രീ AK അഷ്റഫ്, അതുപോലെ തന്നെ KC വേണുഗോപാൽ സാറ്, കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല അനുകൂല നിലപാടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ജനപ്രതിനിധികളും എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു റിസൾട്ട് ഈ വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഈ ക്യാബിനകത്ത് അർജുനുണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോഴും ദൗത്യസംഘം, അത് തന്നെയാണ് അവരെ ഒരു നിഗമനം. അങ്ങനെ തന്നെയാണ് കുടുംബവും കരുതുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ആയിരിക്കാലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരച്ചിലിന് സാധ്യത ഉണ്ടായിരിക്കുന്നത്. അർജുൻ ക്യാബിനിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസമാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമായാലും ഞങ്ങളുടെ കുടുംബമായാലും എല്ലാവരായാലും അത് തന്നെയാണ് ഇതിൽ ഡ്രഡ്ജിങ് ഇവിടെ എത്താനുള്ള മെഷീൻ ഇവിടെ എത്താനുള്ള കാരണം. അത് തന്നെ മെയിനായിട്ടുള്ള കാരണം അത് തന്നെയാണ്. അതുകൂടാതെ തന്നെ മറ്റ് 2 പേരും ജഗന്നാഥൻ ലോകേഷ് എന്ന് പറഞ്ഞ 2 പേരും കൂടി ഇവിടെ ഉണ്ട്. അവരെയും കണ്ടെത്തുക എന്നുള്ളത് അർജുനെ പോലെ തന്നെ അതേയും പ്രയോറിറ്റി ഉള്ള കാര്യം തന്നെയാണ്. അതാണ് ഇന്ന് ശുഭപ്രതീക്ഷയുടെ ദിനമാണ്. ഇന്ന് 12 മണിയോടുകൂടി ദൗത്യം പുനരാരംഭിക്കും. KV ബൈജു ഉണ്ട്. ബൈജു, വീണ്ടും ഒരു ദൗത്യ ദിനമാണ് നമുക്ക് മുന്നിലുള്ളത്. ശുഭപ്രതീക്ഷയാണ്. കാരണം ഈ അർജുൻ എന്നത് കാണാമറയത്തുള്ള അർജുൻ, സസ്പെൻസ്, അതിലൊരു വ്യക്തത വരുത്തുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള ദൗത്യം. ഈ പുഴയുടെ അടിത്തട്ടിൽ ലോറി ഉള്ള സ്ഥലമൊക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദൗത്യത്തിൻ്റെ ഒരു പ്രവർത്തന രീതി, അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ അതെങ്ങനെയായിരിക്കും ബൈജു? 2 കാര്യങ്ങൾ. ഒന്ന്, ഈ 12 മണിക്ക് ദൗത്യം ആരംഭിക്കുന്നത് നാവികസേന തന്നെയല്ലേ? കാരണം ഈശ്വർ മൽപ്പയ്ക്ക് അനുമതിയില്ല. മറ്റൊന്ന്, നേരത്തെ നമ്മൾ 4 പോയിന്റുകൾ ലൊക്കേറ്റ് ചെയ്തു പോവുകയും അതിൽ ഒരു പോയിന്റിൽ കൂടുതലായി ലോഹ സാന്നിധ്യം കണ്ടെത്തുകയും അവിടെ ആ ലോറി ഉണ്ട് എന്ന ഉറപ്പിലുമാണല്ലോ മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്ന് ആ സാധ്യതയിലേക്ക് തന്നെയാണോ ഈ ദൗത്യ സംഘത്തിൻ്റെ നീക്കം? ഇന്നത്തെ ആക്ഷൻ പ്ലാൻ അതെങ്ങനെയാണ് ബൈജു?
തീർച്ചയായും സജിത്തെ 2 മാസങ്ങൾക്ക് ശേഷമാണ് ആ ദൗത്യം ഏറ്റവും അവസാനമായി ഒരു ശ്രമം കൂടി നടക്കുന്നത്. അതിൽ ഏറ്റവും നിർണായക ദിനമെന്ന് നമുക്ക് ഇന്ന് പറയേണ്ടി വരും. കാരണം ഈ ഡ്രഡ്ജർ, ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ, അത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേവിയുടെ പരിശോധനയിൽ ലോറിയുടെ കൃത്യമായ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഇത് ഉറപ്പിച്ചതിന് ശേഷം അതിന് 3 മണിക്കൂർ സമയമെടുക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ നമുക്ക് ആ പുഴയുടെ ദൃശ്യങ്ങളിലേക്ക് സജിത്തെ ഒന്ന് പോകാം. ആ പുഴയുടെ ദൃശ്യം നമുക്ക് കൃത്യമായി നോക്കിയാൽ കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകിട്ട് വന്നതിന് അപ്പുറം വലിയ തോതിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഈ സമയത്തിനായാണ് ഈ ഡ്രഡ്ജർ കാത്തിരുന്നതും. കാരണം ആദ്യ പാലം കടക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഏറ്റവും വെല്ലുവിളിയായത് വെള്ളം കൂടുതലാണ്, വേലിയേറ്റം എന്നതാണ്. അപ്പോൾ വേലിയിറക്കം കാത്ത് ആ പാലത്തിന് തട്ടാത്ത രീതിയിൽ ഈ ടഗ് ബോട്ട് ഇപ്പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ നിലവിൽ വെള്ളം കൂടുതലായാൽ മാത്രമേ ഇനി ഈ ദുരന്ത മുഖത്തേക്ക് ഈ ബോട്ട് എത്തിക്കാൻ സാധിക്കൂ. പ്രധാനമായും മൺതിട്ടകളൊക്കെ രൂപപ്പെട്ടു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ മൺതിട്ട നേരത്തെയൊക്കെ വലിയ തോതിൽ വെള്ളമുണ്ടായ ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ മൺകൂനകൾ കാണാം. ആ മൺകൂനകളിൽ തട്ടുന്ന ഒരു സാധ്യതയുണ്ടാകും. രാവിലെ വരുമ്പോൾ വെള്ളം വളരെ കുറവായിരുന്നു. ഇപ്പോൾ വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ വെള്ളം ഉയർന്നിരിക്കുന്നു. ഇനി ബോട്ട് സുഗമമായി ഇവിടെ എത്താൻ സാധിക്കും. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ ഓരോ കാര്യവും ഈ കാര്യത്തിൽ ഗോവയിൽ നിന്ന് പുറപ്പെടുമ്പോഴും അതുപോലെ തന്നെ കാർവാറിലെത്തിയപ്പോഴും ഒക്കെ അവർ കൃത്യസമയം അവർ പറഞ്ഞ ആ സമയം തന്നെ പാലിച്ചുകൊണ്ടായിരുന്നു ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അവർ 10 മണിയോടുകൂടി ഏതാനും നിമിഷങ്ങൾക്കകം ആ ടഗ് ബോട്ട് ഈ റെയിൽവേ പാലം കടന്നും ഇവിടത്തേക്ക് എത്തും. ഇപ്പോൾ ഇപ്പോൾ കാണുന്ന ആ സ്ഥലം, അവിടെയാണ് ഈ കൃത്യമായ ആ തെരച്ചിൽ ലോറി ഉണ്ട് എന്ന് നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ സ്ഥലം ആയിരിക്കും ഈ ടഗ് ബോട്ട് ഉറപ്പിക്കുകയും അവിടെ നിന്നും ലോറിയുടെ മുകളിൽ നിരവധി ചെളിയും മണ്ണും കല്ലും ഒക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് നീക്കം ചെയ്യുകയും പിന്നീട് ലോറിയുടെ ക്യാബിൻ അരികിലേക്ക് പുറത്തേക്ക് എടുക്കാതെ തന്നെ പോകാൻ പറ്റുമോ എന്ന് ശ്രമം ഉണ്ടാകും. അത് നേവി ആയിരിക്കും കൃത്യമായി ആ പരിശോധന നടത്തുക. അതല്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് ഒരു പക്ഷേ 1-2 ദിവസം വൈകിയേക്കും. എന്തായാലും ലോറിക്കരികിലേക്ക് ഇന്ന് തന്നെ എത്താൻ കഴിയും. അത് ഉച്ചയോടുകൂടി തന്നെ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഈ ഡ്രഡ്ജർ കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ മാൽപ്പയ്ക്ക് ഇപ്പോൾ നിലവിൽ അനുമതിയില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും അനുമതി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം അദ്ദേഹം ഈ വെള്ളത്തിന്റെ ഈ ഒഴുക്കും അതൊക്കെ ഇതിന്റെ വ്യക്തതയുമൊക്കെ അയാൾ കൃത്യമായി അദ്ദേഹം പരിശോധിക്കുകയും ആ രീതിയിൽ അദ്ദേഹം ഈ ഡ്രഡ്ജർ എത്തിയാൽ ലോറി വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന ഒരു നിഗമനവും അദ്ദേഹം പങ്കുവെക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ വീണ്ടും എത്തും. എന്തായാലും ഉച്ചയോടുകൂടി കലക്ടറും അതുപോലെ തന്നെ കാർവാർ MLA ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. നിലവിൽ ഈ ഡ്രഡ്ജർ, അതായത് ടഗ് ബോട്ട് ഘടിപ്പിച്ച ഡ്രഡ്ജർ എത്താനായി ഇപ്പോൾ ഇവിടെ കാത്തിരിപ്പാണ്. സജിത്തെ, ബൈജു, അനുകൂല ഘടകങ്ങൾ പലതുണ്ട്. ഒന്ന്, ഈ ജലത്തിന്റെ നീരൊഴുക്കിന്റെ തോത് അത് ഒരു റോഡ്സായി കുറഞ്ഞു എന്നത്. ഒപ്പം തന്നെ ബൈജു കാണിച്ച ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ നമ്മൾ ഈ ദൗത്യത്തിന്റെ ആദ്യ ദിനങ്ങളിൽ, മാസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായപ്പോൾ ഗംഗാവലിപ്പുഴ ഇങ്ങനെ വലിയ രീതിയിൽ ജലമൊഴുക്കൊണ്ട് മാത്രമല്ല കലങ്ങി ഒഴുകുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതല്ല, ഏറെക്കുറെ ശാന്തമാണ്. ജലം തെളിഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ രക്ഷാ ദൗത്യത്തെ, ഇത്തരത്തെ ദൗത്യ സംഘത്തിന് അനുകൂല ഘടകങ്ങളായി മാറുന്നു അല്ലേ? തീർച്ചയായും അത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മഴ പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഒപ്പം സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നോട്ട്സിലേക്ക് ഇതിന്റെ നീരൊഴുക്ക് എത്തിയത് തന്നെ ഏറ്റവും പ്രധാനമാണ്. എന്തായാലും ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ ലോറി വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനം, ഇതൊരു രക്ഷാ ദൗത്യമല്ല എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി വരും. ഇവിടെ 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്ക് എന്ത് സംഭവിച്ചു, കാണാമറയത്തുള്ള അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് കണ്ടെത്തുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുടുംബം അത് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അവർക്ക് അവസാനമായി അവരുടെ വിശ്വാസപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ നടത്താനായി ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ശരീരഭാഗങ്ങളോ മറ്റോ കിട്ടുമോ എന്ന ഒരു പ്രതീക്ഷ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കഴിഞ്ഞ 2 മാസത്തിലേറെയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം ഇന്ന് ഉണ്ടാകുമോ? ലോറി കണ്ടെത്താൻ സാധിക്കുമെങ്കിലും ലോറിയുടെ ക്യാബിൻ അരികിലേക്ക് എത്താൻ സാധിക്കുമോ? അതൊക്കെ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ കാര്യങ്ങളിലേക്ക് എന്തായാലും കടക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ദൗത്യ സംഘം പറയുന്നത്. ആ രക്ഷാ ദൗത്യത്തിന് പുറമെ ഈ കാണാതായ 3 പേർക്ക് എന്ത് സംഭവിച്ചു, ആ ലോറി എവിടെ, ഇതാണ് ഏറ്റവും പ്രധാനം. അതാണ്
എന്താണ് ആകാംക്ഷയോടെ കേരളത്തിലെ ഓരോ നമുക്കറിയാം ആ ആദ്യഘട്ടങ്ങളിലൊക്കെ വലിയ പ്രാർത്ഥനകളാണ് ഉണ്ടായതെങ്കിൽ ഇനി ഏറ്റവും ഒടുവിൽ ഇത് അവസാനഘട്ട തിരച്ചിലാണെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ ദൌത്യത്തിൽ, ഈ ശിരൂരിലെ ദൌത്യത്തിൽ ഇത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനിയൊരു തിരച്ചിലോ അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായ നിലപാടോ ഉണ്ടാകില്ല. അത് കുടുംബവും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ജിതിനും പറയുന്നത്. ജിതിൻ പറയുന്നത് അവരുടെ വിശ്വാസം ആ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടായി കാണും. കാരണം അതിനു മുമ്പ് തൊട്ടു മുമ്പ് പോയ ലോറിയിൽ നിന്നും ഈ ക്യാബിന് അകത്ത് ഉറങ്ങുകയായിരുന്ന അർജുനുമായി സംസാരിച്ചവരുണ്ട്. അവരൊക്കെ വിശ്വസിക്കുന്നത്, ദൌത്യ സംഘവും വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വലിയ തോതിൽ ലോറി കേടുപാട് സംഭവിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഈ നേവിയുടെ ഒക്കെ പരിശോധനയിൽ കണ്ടെത്തിയത്. അതിന് ക്യാബിൻ വേർപെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ ലോറി കണ്ടെത്തുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ കയറ് നേരത്തെ ലഭിച്ച അതേ സ്ഥലത്ത് അവിടെയാണ് ഇപ്പോൾ ആദ്യഘട്ട പരിശോധന നടക്കുന്നത്. ലോറി അവിടെ ഉണ്ട് എന്ന ഒരു അനൌദ്യോഗികമായി നേവി നമ്മോട് സമ്മതിക്കുന്നുണ്ട്, അവർ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആ സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഈ ടഗ് ബോട്ട് ഘടിപ്പിക്കുകയും ഈ പരിശോധന നടത്തുകയും ചെയ്യൽ. ഏതായാലും NDRF-ഉം SDRF-ഉം പോലീസും ഒക്കെ ഈ തെരച്ചിലിന് ഭാഗമാകും. ജില്ലാ ഭരണകൂടം നേരിട്ട് ആണ് ഇത് നേതൃത്വം നൽകുന്നത്. നേവി തന്നെയാണ് ഇതിൽ പ്രധാനം. ഈശ്വർ മൽപ്പയ്ക്ക് അനുമതി നൽകുമോ എന്നത് അല്പസമയത്തിനകം നമുക്ക് അറിയാൻ സാധിക്കും. ഈശ്വർ മൽപ്പ അദ്ദേഹത്തിന്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏത് സമയത്തും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അപ്പോൾ തന്നെ ഈ മുങ്ങൽ തെരച്ചിലിനായി ഇറങ്ങും. എന്തായാലും ഈ ഡ്രഡ്ജർ എത്തിയതിനു ശേഷം മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ആ രീതിയിലുള്ള തെരച്ചിൽ നടത്തേണ്ട ആവശ്യമുള്ളൂ. ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ മണ്ണ് നീക്കം ചെയ്യുകയാണ് വേണ്ടത്. ലോറിയുടെ ഭാഗം കണ്ടെത്തണം. അതിനുശേഷം മാത്രമേ ഈ മുങ്ങൽ വിദഗ്ധരുടെ സേവനം ഇവിടെ ഉണ്ടാകൂ. അത് തന്നെയാണ് നേവിയും വ്യക്തമാക്കിയത്. നേവിയുടെ മുങ്ങൽ വിദഗ്ധരും തയ്യാറായി തന്നെയുണ്ട്. കാർവാറിൽ നിന്നാണ്, ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ മാത്രം ദൂരെ ആണ് ഈ നേവിയുടെ ആസ്ഥാനമുള്ളത്. ഏത് സമയത്തും അവർ ഇവിടെ വിളിച്ചാൽ എത്തുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ നേതൃത്വത്തിൽ സോണാർ പരിശോധന നടത്തി ഈ ഏതെങ്കിലും തരത്തിൽ ലോറിക്ക് സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നത് കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നേവിയുടെ സംഘം ഈ ഡ്രഡ്ജർ എത്തിയാൽ അപ്പോൾ തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ സുസജ്ജമായി എല്ലാ സംവിധാനങ്ങളോടും കൂടി കാത്തിരിക്കുകയാണ്. ആദ്യം എത്തേണ്ടത് ഡ്രഡ്ജറാണ്. ഇനിയിപ്പോൾ വേലിയേറ്റ സമയമാണ്. ഏത് സമയത്തും ഡ്രഡ്ജർ ഈ ഗംഗാവലി പുഴയുടെ ദുരന്തമുഖത്ത് എത്തും. അതിനായുള്ള കാത്തിരിപ്പാണ്. രണ്ടാമത്തെ പാലമാണ് ഗോകർണം. ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്തായുള്ള 17 സ്പാനുകളുള്ള ആ പാലം കടന്നു വേണം ഇനി വരാൻ. ആ പാലത്തിലെ പ്രതിസന്ധി ഉള്ളത് ഉയരം കൂടുതലുള്ള പാലമാണെങ്കിലും അവിടെ വലിയ തോതിൽ മൺതിട്ടകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് വെള്ളം ഉയർന്നാൽ മാത്രമേ അത് കടന്നു വരാൻ പറ്റൂ. എന്നാലും ഏത് സമയത്തും ഇപ്പോൾ നമ്മൾ ആ ഡ്രഡ്ജർ അതോടൊപ്പം വെസൽ ബോട്ടും 2 ബോട്ടുകളാണ് ഈ സംവിധാനത്തിനായി കൊണ്ടുവരുന്നത്. അത് ടഗ് ബോട്ട് ഘടിപ്പിച്ച ഈ ഡ്രഡ്ജറും ഒപ്പം ഈ വെസൽ ബോട്ടും, ഇത് രണ്ടും കൂടിയാണ് ഇപ്പോൾ ഈ ആദ്യഘട്ട ഈ തെരച്ചിലിന് നേതൃത്വം നൽകുക. മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ. നാവികസേനയുടെ പരിശോധനയും മറ്റും അതിനുശേഷം മാത്രമേ ഉണ്ടാകൂ. വളരെ തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഒരു നോട്ട്സിലേക്ക് ഇതിന്റെ നീരൊഴുക്ക് കുറഞ്ഞതു എന്നതും വളരെ അനുകൂലമായ സാഹചര്യമാണ്. മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ പ്രദേശങ്ങളിൽ വലിയ തോതിൽ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സൈത്ത്, ബൈജു, നമുക്ക് 12 മണിക്കാണ് ദൗത്യം ആരംഭിക്കുക. അപ്പോഴേക്കും നമുക്ക് വിശദമായി വരാം. അതിനു മുമ്പായി ഒരു കാര്യം കൂടി, ഈ ഗംഗാവലിയിലെ അന്നത്തെ ദൗത്യ പ്രവർത്തനങ്ങളൊക്കെ കേരളം മുഴുവൻ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അന്ന് ഈ വെള്ളത്തിന്, ജലനിരപ്പിന് മുകളിൽ ഈ മൺകൂന ഉയർന്നു നിൽക്കുന്നതൊക്കെ അന്ന് കണ്ടിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? അന്ന് ഈ മൺതിട്ട ഒരുപക്ഷെ ഈ അന്നത്തെ ദൗത്യ സംഘങ്ങൾക്ക് കയറി നിന്ന് അവിടെ ഒരു പ്ലാറ്റ്ഫോം സ്വഭാവത്തിൽ ഉപയോഗിക്കാനൊക്കെ അന്ന് കഴിയുമായിരുന്നു. ഇപ്പോൾ അത്തരം ഒരു സാഹചര്യം അവിടെയുണ്ടോ? ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് ലഭ്യമാക്കാനാകുമോ? തീർച്ചയായും സൈറ്റ്, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാൻ സാധിക്കും. കൃത്യമായി ആ മൺതിട്ടകൾ, ഇതൊന്നും നമുക്ക് നേരത്തെ ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സൈത്തെ. ഇപ്പോൾ നിരവധി മൺതിട്ടകളാണ് ഇപ്പോൾ കാണുന്നത്. അത് മാത്രമല്ല, ഇത് ഒരു വൈകിട്ടോടുകൂടി വേലിയിറക്ക സമയത്ത് നമുക്ക് ഇതിലും കൂടുതൽ ഈ മൺകൂനകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, കുട്ടികളൊക്കെ ഈ കളിസ്ഥലമായി പോലും ഇവിടെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലമാണ്
സ്ഥലമാണ്. നമ്മൾ നേരത്തെ ചെറിയ തോതിലുള്ള ഒരു മൺകൂന കണ്ട സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ വലിയ തോതിൽ ഇത്തരത്തിൽ പാറ കഷ്ണങ്ങളും അതുപോലെ തന്നെ വലിയ മൺകൂനകളൊക്കെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല വലിയൊരു ആൽമരം അവിടെ ഉണ്ട്. അതിന്റെ ശിഖരങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. അതുമാത്രമല്ല സൈറ്റ് ഇതിൽ വളരെ തെളിഞ്ഞ ഒരു വെള്ളമാണ്. ഒഴുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം വളരെ കുറവാണ്. ആ ഒരു നോട്ട്സ് മാത്രമുള്ള അടിയൊഴുക്കായിരുന്നു ഈ പുഴയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. മുകളിൽ ശാന്തതയാണെങ്കിലും അടിയൊഴുക്ക് ശക്തമായിരുന്നു. 7 നോട്ട്സ് വരെ എത്തി. അത്തരത്തിൽ നേവിയുടെ ഉദ്യോഗസ്ഥർ മുങ്ങൽ വിദഗ്ധർക്ക് പോലും അവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതായത് മനുഷ്യ സാധ്യമല്ല എന്നാണ് അന്ന് നേവി പറഞ്ഞത്. അത്രത്തോളം വലിയ അടിയൊഴുക്കുണ്ടായ ഒരു പുഴയുടെ അവസ്ഥയാണ് ഇപ്പോൾ. മെലിഞ്ഞിരിക്കുന്നു പുഴ. അതുപോലെ തന്നെ ഈ മൺകൂനകളൊക്കെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയാണ്. സൈറ്റ് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വെയിലാണ്. എനിക്ക് പിറകിൽ കാണുന്ന ആ സ്ഥലം, ആ കുന്നാണ് ഇടിഞ്ഞ് അപ്പാടെ ഈ പുഴയിലേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാലും ഇവിടെ വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. ഇത് മാധ്യമപ്രവർത്തകർക്ക് മാത്രം നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. നേരത്തെ രാവിലെയൊക്കെ നമ്മൾ തത്സമയം ആ പുഴയുടെ അരികിലേക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഭാഗത്ത് പ്രവേശനമില്ല. ഇവിടെ ഇത്തരത്തിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഉച്ചയോട് കൂടി മാത്രമേ ഈ ഡ്രഡ്ജർ കമ്പനി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ തിരച്ചിൽ ആരംഭിക്കൂ. അത് കൃത്യമായ വളരെ പെട്ടെന്ന് തന്നെ മണ്ണുകൾ നീക്കം ചെയ്യാൻ പറ്റും ഡ്രഡ്ജർ ഉപയോഗിച്ച്. അങ്ങനെയാണെങ്കിൽ ആ ലോറി കണ്ട ഭാഗം കൃത്യമായി മനസ്സിലാക്കുകയും അവിടെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുകയും ലോറിക്കരിയിലേക്ക് വളരെ പെട്ടെന്ന് പോകാൻ സാധിക്കും. അപ്പോഴും ഏറ്റവും പ്രധാനം ഈ ക്യാബിൻ, ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു രക്ഷാ ദൗത്യമല്ല. അതിനപ്പുറം 3 പേരെ ഈ മണ്ണിനടിയിലോ പുഴയിലോ കാണാനായിട്ടുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു ദൗത്യം, അത് അവസാനഘട്ട ദൗത്യം കൂടിയാണ്. സൈത യെസ്, എന്തായാലും ബൈജു നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം ഇതിൽ ഒരു വ്യക്തത ഉണ്ടാവണം. കാത്തിരിക്കുന്ന ആ ലോറിയെ കണ്ടെത്തണം. അർജുന്റെ അവശിഷ്ടങ്ങളെങ്കിലും നമുക്ക് കണ്ടെത്തണം. ആ കുടുംബത്തിന്റെ കാത്തിരിപ്പും അതിലും ഒരു വ്യക്തത ഉണ്ടാവണം. 12 മണിക്കോടുകൂടി ദൗത്യം പുനരാരംഭിക്കുകയാണ്. ഏകദേശം 1.5 മണിക്കൂറിന്റെ കാത്തിരിപ്പ് മാത്രം. നമുക്ക് ദൗത്യത്തിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ ശുഭസൂചന പ്രകാരം വേഗത്തിൽ ദൗത്യം പൂർത്തീകരിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കും. എന്തായാലും കാത്തിരിക്കാം. കളക്ടർ അടക്കം അവിടെ എത്തുന്നുണ്ട്. നമുക്ക് ആ നടപടികളിലേക്ക് വരാം. ബൈജു എന്തായാലും അവിടെ ഒരുക്കങ്ങൾ പരിശോധിക്കുക. ഞങ്ങൾ മടങ്ങി വരാം.